നമസ്കാരം. കൃഷ്ണൻ ഉണ്ണീസ് കാണാ കാഴ്ചകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു ഫുട്ബോൾ താരവും മലപ്പുറം MSP പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് MSP ഡെപ്യൂട്ടി കമാൻഡൻ്റായിട്ട് റിട്ടയർ ചെയ്ത സക്കീർ എന്ന കേരളത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും നല്ല കളിക്കാരനും ഏറ്റവും നല്ലൊരു പോലീസ് ഓഫീസറും നിരവധി അവാർഡുകളും മെഡലുകളൊക്കെ വാങ്ങിയ സക്കീറിനെയാണ് ഇന്ന് ഈ ചാനൽ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. സക്കീർ സാർ, നമസ്കാരം. നമസ്കാരം. സക്കീർ സാർ നല്ലൊരു ഫുട്ബോളറാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു MSP ഡെപ്യൂട്ടി കമാൻഡൻ്റായിട്ട് ജോലിയിൽ നല്ലൊരു സ്ഥാനത്ത് റിട്ടയർ ചെയ്ത ഒരാളാണ്. എങ്ങനെയാണ് സാറിൻ്റെ ഒരു ഔദ്യോഗിക ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് സാറിൻ്റെ ഒരു ജോലിയുടെ പ്രവേശനം എങ്ങനെയായിരുന്നു? ഞാൻ ജനിച്ചത് അരീക്കോട് ഈസ്റ്റ് വടക്കുമുറി എന്ന് പറഞ്ഞ പ്രദേശത്താണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് തെരട്ടമ്മൽ എന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഒരു എല്ലാവർക്കും സൗകര്യമുള്ള ഏകദേശം 5ഓളം ഗ്രൗണ്ടുകളുള്ള ഒരു ഫുട്ബോൾ ഏരിയയാണ്. ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഞങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തെരട്ടമ്മൽ AMUP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. സ്കൂളിൻ്റെ ഏകദേശം അടുത്താണ് ഈ ഗ്രൗണ്ട് ഉള്ളത്. അപ്പോൾ ആ സ്കൂളിൽ പഠിച്ച ഏകദേശം കുട്ടികളെല്ലാം അവിടെ ഫുട്ബോൾ കളിക്കാറുണ്ട്. അപ്പോൾ ഫുട്ബോളിന് ഏറ്റവും പ്രചോദനവും സൗകര്യവും ചെയ്യുന്ന ഒരു നാടായതുകൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് വരാൻ കാരണം. ഓക്കെ. ഈ തെരട്ടമ്മൽ എന്ന് പറയുന്ന പ്രദേശം ഫുട്ബോളിന്റെ കേരളത്തിന്റെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒരു ഇറ്റില്ലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്ത്യയിലെ പ്രഗത്ഭനായ കളിക്കാരൻ നമ്മുടെ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ച ഷറഫ് അലി ഉണ്ട്, അതുപോലെ ബഷീർക്ക ഉണ്ട്, അതുപോലെ തന്നെ ഉബൈദ്, അങ്ങനെ നിരവധി കളിക്കാരുടെ ഈ അരീക്കോട് പ്രദേശം അല്ലെങ്കിൽ തെരട്ടമ്മൽ പ്രദേശം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന്റെ ഒരു കേന്ദ്രമാണ്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അവിടെ നിന്നാണ് സക്കീർ സാർ വളർന്നു വന്നത്. കുട്ടിക്കാലം മുതൽ ഫുട്ബോൾ ഉണ്ടായിരുന്നു എന്ന് സക്കീർ സാർ പറഞ്ഞു. കുട്ടിക്കാലം തൊട്ട് ഫുട്ബോളിന് അധ്യാപകരെടുത്തുനിന്നും സ്കൂളുകളിൽ നിന്നും അതുപോലെ വീട്ടുകാരെടുത്തുനിന്നും പ്രോത്സാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ഓക്കെ. തെരട്ടമ്മൽ സ്കൂളിൽ നിന്നും അതുപോലെ ഞാൻ UP സ്കൂളിൽ പഠിച്ച മൂർക്കനാട് സ്കൂളിൽ നിന്നും അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രോത്സാഹനം തന്നിരിക്കുന്നത്. ഞാനൊരു നല്ല അത്ലറ്റ് ആയിരുന്നു. എനിക്ക് നല്ല സ്പീഡ് ഉള്ളത് കൊണ്ട് മൂർക്കനാട് UP സ്കൂളിൽ തന്നെ അത്ലറ്റ് ടീമിലാണ് എന്നെ സെലക്ട് ചെയ്ത് അവര് ഡിസ്ട്രിക്ട് ടീമിലേക്കൊക്കെ സെലക്ട് ചെയ്ത് എന്നെ കൊണ്ടുപോകായിരുന്നു. ആ നിലക്ക് കളിക്കുമ്പോഴാണ് ഈ തെരട്ടമ്മൽ ഗ്രൗണ്ടിൽ കൂടി ഫുട്ബോളിനാണ് കൂടുതൽ സൗകര്യം, അതുപോലെ ഫുട്ബോളിനോടാണ് കൂടുതൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഫുട്ബോൾ മാത്രം ശ്രദ്ധിച്ചു. അപ്പൊ നല്ല പ്രോത്സാഹനം കുട്ടിക്കാലത്ത് തന്നെ ഫുട്ബോളിന് കിട്ടി? തീർച്ചയായിട്ടും. എല്ലാ സ്കൂളിലെ അധ്യാപകരും അതുപോലെ എൻ്റെ രക്ഷിതാക്കളും എൻ്റെ ബാപ്പയാണ് ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചത്. ഓക്കെ. പിന്നീട് ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറുന്നതും ഈ ഫുട്ബോളിന്റെ പേരിലായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. കേരള പോലീസിലേക്ക് ജോലി എന്ന രീതിയിൽ പ്രവേശിക്കുന്നതും ഫുട്ബോളിന്റെ ഒരു മെറിറ്റ് അടിസ്ഥാനത്തിലേക്ക്. എന്തൊക്കെ തരത്തിലുള്ള കോച്ചിങ് ഈ കാലയളവിൽ ഫുട്ബോളിന് സാറിന് കിട്ടിയിരുന്നു? ഞാൻ പ്രീ ഡിഗ്രി ഞാനിവിടെ ക്രൈസ്റ്റിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ PDCക്ക് പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ സെലക്ഷൻ വിളിച്ചിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ അയൽ ജോസഫ് എന്ന് പറഞ്ഞ കോച്ച് എൻ്റെ കോച്ചായിരുന്നു, ക്രൈസ്റ്റ് കോളേജിലെ കോച്ചായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ പ്രീ ഡിഗ്രി പഠിച്ചു ഈ ഫസ്റ്റ് ഇയർ തന്നെ നീ ഒരു വെറുതെ സെലക്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് നിനക്ക് ഒരു എക്സ്പീരിയൻസ് ആവും. അതുകൊണ്ട് നീ എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെലക്ഷൻ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തു. ഓരോ സെലക്ഷനും എനിക്കത് സെലക്ഷൻ കിട്ടുകയും ലാസ്റ്റ് ടീമിലേക്ക് എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു. 1983 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിന്നേഴ്സ് ടീമിലെ ഒരു മെമ്പറാണ് ഞാൻ. അപ്പം +2, അതായത് അന്ന് പഴയ പ്രീ ഡിഗ്രി അല്ലേ, അന്ന് മുതലുണ്ട്. സ്കൂൾ തലത്തിലും ഫുട്ബോൾ ടീമിലൊക്കെ ഉണ്ട്? അതെ, സ്കൂൾ തലത്തിൽ കളിക്കുമ്പോൾ ഞാൻ സ്പോർട്സ് സ്കൂളിലായിരുന്നോ? ഞാൻ തെരട്ടമ്മൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൂർക്കനാട് സ്കൂളിൽ പഠിച്ച്, അതുപോലെ തന്നെ മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് വെച്ചാൽ 8ാം ക്ലാസ്സിലേക്ക് പാസ്സാവുകയും ഏകദേശം 2 മാസത്തോളം ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള സ്പോർട്സ് ഡിവിഷൻ, ചങ്ങനാശ്ശേരി സ്പോർട്സ് ഡിവിഷനിൽ സെലക്ഷൻ കിട്ടി. അത് കാരണം ഷറഫ് അലി അരീക്കോട് SOHS ഹൈസ്കൂളിൽ നിന്നും സെലക്ഷൻ കിട്ടിയിട്ട് കുന്നംകുളം സ്പോർട്സ് ഹൗസിലേക്ക് പോയത് കാരണം അത് എനിക്കൊരു പ്രചോദനമായി. ഷറഫ് അലിയാണ് എനിക്കൊരു പ്രചോദനമായിട്ട് മുന്നോട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ചങ്ങനാശ്ശേരി സ്പോർട്സ് സ്കൂളിൽ ഞാൻ 7, 8, 9, 10ാം ക്ലാസ് വരെ പഠിച്ചത്. ഓക്കെ. ഫുട്ബോളിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഫോർവേഡ് ആയിട്ടാണ് കളിച്ചതെന്നാണ്.
ഫുട്ബോളിന്റെ കളി ഗ്രൗണ്ടിന്റെ ഓർമ്മകള്, ഏറ്റവും കൂടുതൽ പിന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ടൂർണമെന്റ് പോലീസ് ടീമിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ പോയ രാജ്യങ്ങള്, സ്റ്റേറ്റുകൾ, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് ടീമിലായതിനു ശേഷം അങ്ങനെയുള്ള ഓർമ്മകൾ, ഫുട്ബോൾ കളിയുടെ ഓർമ്മകൾ, നിങ്ങളുടെ കൂടെ കളിച്ച ആളുകളുടെ, നല്ല ഫുട്ബോൾ താരങ്ങളുടെ ഓർമ്മകൾ, അതൊന്ന് പങ്കുവെക്കാമോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് കേരള സ്റ്റേറ്റ് റൂറൽ സ്പോർട്സ് ടീമിൽ സെലക്ഷൻ കിട്ടുന്നുണ്ട്. അത് ഞാൻ ചങ്ങനാശ്ശേരി പഠിക്കുമ്പോഴാണ്, 9ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത്. ആ കളിക്ക് ഞങ്ങള് പഞ്ചാബിലായിരുന്നു, ചണ്ഡീഗഡിലായിരുന്നു ഫസ്റ്റ് ഇത്. പിന്നെ 10ാം ക്ലാസ് കളിക്കുമ്പോൾ എനിക്ക് കർണാടകത്തിലെ കുടക് എന്ന സ്ഥലത്തായിരുന്നു. ഈ കുടകിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും സ്പീഡുള്ള ഗോൾ എന്ന് വെച്ചാൽ ടച്ച് ചെയ്ത് സെക്കൻഡ് സ്പീഡുള്ള ഗോള് അടിച്ചതിന് അവിടുന്ന് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. അവിടുത്തെ കർണാടക സ്റ്റേറ്റിന്റെ ഒരു സമ്മാനം. പോലീസ് ടീമിൽ വന്നതിന് ശേഷം അല്ലല്ല, ഞാൻ സ്കൂളിൽ പഠിക്കും. പോലീസ് ടീമിൽ വന്നതിന് ശേഷം ഞാൻ ഫെഡറേഷൻ കപ്പില് 2 പ്രാവശ്യം ചാമ്പ്യൻസ് ആയ ടീമിലെ മെമ്പറാണ്. രണ്ടാമത്തെ ഫെഡറേഷൻ കപ്പ് 1991 ഞാൻ 5 ഗോളുകൾ അടിച്ച് ഞാൻ ടോപ്പ് സ്കോറർ ആയിരുന്നു കണ്ണൂർ വെച്ച്. വെരി ഗുഡ്. അങ്ങനെ ആ ടീം അന്ന് ചാമ്പ്യൻസ് ആയി. പിന്നെ സന്തോഷ് ട്രോഫി എനിക്ക് കളിക്കാൻ ഭാഗ്യം കിട്ടിയില്ല, കാരണങ്ങളുണ്ട്. ഞാൻ സന്തോഷ് ട്രോഫി ക്യാമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് ടീമിൽ നിന്ന് ഏകദേശം 9ഓളം പേരെ സെലക്ട് ചെയ്തെടുത്ത് ഒരു 7 പേർക്ക് സെലക്ഷൻ കൊടുക്കാൻ സാധിക്കുള്ളായിരുന്നു. ബാക്കി എല്ലാ ടീമിൽ നിന്നും ആളെ എടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ 2-3 പേര് അതിനകത്ത് ലാസ്റ്റ് കോച്ചിങ്ങിന് പുറത്തായിരുന്നു. അതൊരു സങ്കടമായിട്ടുണ്ട്. പിറ്റത്തെ വർഷം എനിക്ക് KFA അന്നത്തെ KFA പ്രസിഡന്റും നമ്മുടെ കോച്ചും എല്ലാം അടുത്ത വർഷം സെക്യൂരിന് കളിക്കാൻ പ്രായം വളരെ കുറവല്ലേ എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് ക്യാമ്പിൽ നിന്ന് വിട്ടെങ്കിലും പിറ്റത്തെ വർഷം ആ ഏജ് ബാർ വന്നപ്പോൾ 23 വയസ്സുള്ളവർക്ക് സന്തോഷ് ട്രോഫി കളിക്കാൻ പറ്റുള്ളൂ, അതിന്റെ മുകളിലുള്ളവർക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഏജ് ബാർ വന്നു. അതോടുകൂടി ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പിന്നത്തെ വർഷം അത് മാറ്റുകയും ചെയ്തു. അപ്പോഴേക്കും പിന്നെ നമ്മുടെ ഏജ് ബാർ മാറ്റും ചെയ്തു. ഒരു വർഷം അങ്ങനെ കളിച്ചു. അത് ഒരു പരീക്ഷണം നടത്തിയാണ് അവര്. പക്ഷെ ആ പരീക്ഷണത്തിൽ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യമായിട്ട് ഞാൻ നമ്മളെ ആംഡ് പോലീസ് ബറ്റാലിയനിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതിൽ ആംഡ് പോലീസ് ബറ്റാലിയനിന് ഈക്വൽ ടു ഹവിൽദാർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഹെഡ് കോൺസ്റ്റബിൾ. ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലാണ്, ഹവിൽദാർ പോസ്റ്റിലാണ് ഞാൻ സർവീസിൽ കയറുന്നത്. അത് ഏത് പ്രായത്തിലാണ്, ഏത് വർഷത്തിലാണ്? അത് ഞാൻ യഥാർത്ഥത്തിൽ സെക്കൻഡ് പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സെലക്ഷൻ അതിൽ കിട്ടിയത്. പ്ലസ് ടു തന്നെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളിച്ച ആ ടീമിനെ മൊത്തത്തിൽ അന്നത്തെ DGP MK ജോസഫ് സാറ് ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിലെ മിക്ക ആൾക്കാരെയും അവർ വരുന്നുണ്ടെങ്കിൽ സർവീസിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു, ടീമിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുപകരം ഷറഫ് അലി പാപ്പച്ചൻ, ഞങ്ങൾ കുറച്ചുപേര് അതിനകത്തുനിന്ന് പോലീസ് ടീമിലേക്ക് പോയി. അങ്ങനെയാണ് ഞാൻ അന്ന് എനിക്ക് വിളിച്ചു തന്ന ജോലി ആയതുകൊണ്ട്, കാരണം സെലക്ഷൻ ട്രയൽസോ ഒന്നുമില്ലാതെ കറക്റ്റ് വിളിച്ചു തന്ന ജോലി ആയതുകൊണ്ട് 18 വയസ്സാവണം. പിന്നീട് അങ്ങോട്ട് പോലീസ് എന്ന നിലയിൽ ഔദ്യോഗിക ജീവിതത്തിലുള്ള മാറ്റങ്ങള് എന്തൊക്കെയാ ഇതിലൂടെ പ്രൊമോഷനിലൂടെ സാറ് കടന്നു വന്നിട്ടുണ്ട്? ഞാൻ ഹവിൽദാറിൽ നിന്ന് പ്രൊമോഷൻ 6 വർഷം കഴിഞ്ഞ് എനിക്ക് ASI പ്രൊമോഷൻ കിട്ടി. 1 വർഷം കഴിഞ്ഞ് SI പ്രൊമോഷനായി. അത് കഴിഞ്ഞ് 1 വർഷം കൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്പെക്ടർ റാങ്കിൽ പ്രൊമോഷൻ കിട്ടുകയും പിന്നെ 15 വർഷത്തോളം ഞാൻ ഇൻസ്പെക്ടറായി വരികയും ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ഒരു 6 വർഷത്തോളം എനിക്ക് അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു. ഈ അവസാന കാലം എനിക്ക് റിട്ടയർമെന്റ് 1 വർഷം എനിക്ക് ഡെപ്യൂട്ടി കമാൻഡന്റ് ആയിട്ട് പ്രൊമോഷൻ ലഭിക്കുകയും മലപ്പുറം MSP ക്യാമ്പിൽ 2022 ജനുവരിയിൽ ഞാൻ റിട്ടയർഡ് ചെയ്തു. 2022 റിട്ടയർ